ജീവൻ പേടിച്ച് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഖത്തർ വിമാനം ഉപേക്ഷിച്ചു എന്ന ഒരു സംഭവമാണ് ഇപ്പോൾ പ്രാധാന്യമായി ചർച്ച ചെയ്യപ്പെടുന്നത്. സംഭവം നടക്കുന്നത് നാറ്റോ സമ്മേളനവുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഭയന്ന് വിറച്ച ട്രംപ് ഖത്തർ വിമാനം ഉപേക്ഷിച്ചു എന്നുള്ളതാണ് ചില മീഡിയകളുടെ ഹെഡിങ് ആയിട്ട് തന്നെ കൊടുത്തിരിക്കുന്നത്. നാറ്റോ സഖ്യം 32 രാജ്യങ്ങളുള്ള ഏകോപന സംവിധാനമാണ് നാറ്റോ സഖ്യം എന്ന് പറയുന്നത്. അതിൻ്റെ സമ്മേളനമാണ് തുർക്കിയുടെ തലസ്ഥാനമായിരിക്കുന്ന അങ്കാറയിൽ 7-8 തീയതിയിൽ ഇന്നലെയും മെനാന്നുമായിട്ട് നടന്നത്. ഈ പരിപാടിയിലേക്ക് രാഷ്ട്രതലവന്മാരും സർക്കാർ മേധാവികളും യൂറോപ്യൻ യൂണിയൻ്റെ പ്രതിനിധികളെല്ലാം പങ്കെടുത്തിട്ടുണ്ട്. ട്രംപ് ജൂലൈ 7 തീയതി തന്നെ എത്തിയിട്ടുണ്ട്. ഉദ്ഘാടന സമ്മേളനത്തിനും ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ മൂപ്പര് സജീവ സാന്നിധ്യമായിരുന്നു. 8 തീയതി മടങ്ങുന്ന സമയത്ത് വിമാനം ഉപേക്ഷിച്ചു. ഈ വന്നത് ഈ ഖത്തർ കൊടുത്തിരിക്കുന്ന വിമാനത്തിലാണ്. എന്നാൽ മടക്കം അത്ര സുരക്ഷിതമല്ലേ എന്ന് അയാൾക്കൊരു സംശയം. അതല്ലെങ്കിൽ മറ്റാരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും ഈ മടക്കവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. 8 തീയതിയുള്ള മടക്കത്തിൽ അതോടനുബന്ധിച്ച് ഇവിടെ നടന്നിരിക്കുന്ന രാഷ്ട്രീയ സ്ഥിതിക്ക് വലിയ മാറ്റം വന്നു. ഹോർമുസ് കടൽ ആക്രമിക്കപ്പെട്ടു. ഹോർമുസ് കടലുമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ കപ്പൽ ആക്രമിക്കപ്പെട്ടു. അപ്പോൾ അതോട് കൂടിയിട്ട് മറ്റു തരത്തിലേക്ക് ഈ കാര്യങ്ങൾ നീങ്ങിയാണ്. ഇറാൻ ആക്രമിച്ചത് 3 കപ്പലാണ്. 3 കപ്പൽ ആക്രമിച്ചു എന്ന് വെച്ചാൽ 2 കപ്പൽ നിശേഷം തകർന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ഏത് മിസൈലാണ് ഉപയോഗിച്ചത്, ഏത് സംവിധാനത്തോടു കൂടിയാണ് ആക്രമണം നടത്തിയത് എന്നതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി ട്രംപ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് അതിന് നിർദ്ദേശ കാര്യങ്ങൾ നൽകി. അവരിപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് തൻ്റെ സുരക്ഷിതവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ്റെ ഏറ്റവും വലിയ ശത്രു ഞാനാണെന്ന് പല പ്രാവശ്യം അമേരിക്കയുടെ പ്രസിഡന്റ് പറയുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആവുന്ന സമയത്ത് തൻ്റെ നേരെ വരുമോ എന്നൊരു ഭയം യഥാർത്ഥത്തിൽ ട്രംപിനുണ്ടായിരുന്നു. US-ഉം ഇറാനും തമ്മിൽ യുദ്ധം പിന്നീട് കൊടുമ്പിരി കൊണ്ടു. അങ്ങോട്ടും